ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വെച്ചിരുന്നു. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ഈയിടെ നടന്ന ഒരു വലിയ കപ്പൽ അപകടത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 2.5 കിലോമീറ്റർ ലെങ്ത്തുള്ള 4 വരി പാത കടന്നു പോകുന്ന പാലത്തിൽ രാത്രി 1:30 300 മീറ്റർ നീളമുള്ള ഒരു ഭീമാകാര കപ്പൽ ഇടിച്ച് തകർക്കുന്നു. പാലം പൊളിയുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇതൊന്നും അറിയാതെ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അപകടത്തിൽ 6 പേരാണ് മരിച്ചിട്ടുള്ളത്. ഈ ഒരു അപകടത്തിന് ഇത്രയേറെ പ്രാധാന്യം വരാനുള്ള ഒരേ ഒരു പ്രധാന കാരണം എന്നത് ഈ ഒരു കപ്പൽ മലയാളികളുടെ കമ്പനി മാനേജ് ചെയ്തിരുന്ന ഒരു കപ്പലാണ്. ഇത് മാത്രമല്ല, ഇതിലുള്ള ജീവനക്കാർ മുഴുവനും ഇന്ത്യക്കാർ എന്നുള്ളതുകൊണ്ടും ഈ ഒരു വിഷയം ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ദിവസവും 30,000-ഓളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു 4 വരി പാത അടങ്ങിയ 2.5 കിലോമീറ്റർ ദൂരമുള്ള വലിയൊരു പാലമാണിത്. സിംഗപ്പൂർ രജിസ്റ്റേർഡ് കണ്ടെയ്നർ കപ്പലാണ് ഇതിലെ വില്ലനായ MV ഡാലി എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ. 300 മീറ്റർ നീളവും 1,17,000 ടൺ വെയ്റ്റും 55,630 HP പവറുമുള്ള ഒരു ഷിപ്പാണ് ഇത്. 2014 ഡിസംബറിൽ നിർമ്മിച്ച MV ഡാലിയുടെ ഇപ്പോഴത്തെ ഓണർ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ഗ്രേസ് ഓസിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ ഡാലിയെ മാനേജ് ചെയ്യുന്നത് കൊച്ചിക്കാരനായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ദ്വീപാണ്. 668 കപ്പലുകൾ ഈ ഒരു കമ്പനി നിലവിൽ മാനേജ് ചെയ്യുന്നുണ്ട്. എയ്റോപ്ലെയിനിലെ ബ്ലാക്ക് ബോക്സ് പോലെ തന്നെ കപ്പലിനും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളുടെയും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഷിപ്പിലെ വോയേജ് ഡാറ്റ റെക്കോർഡറിലാണ്. അതിലെ ഡാറ്റ റെക്കോർഡ്സ് പ്രകാരം ഇതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വിശദമായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. മാർച്ച് 26 MV ഡാലി ബാൾട്ടിമോർ പോർട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. 1:07 കൂടി പോർട്ടിൽ നിന്നുമുള്ള ടേൺ ഓൺ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 1:20 കൂടി ഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞത് 15 km/h ആണ്. കൃത്യം 1:25 കൂടി കപ്പലിലെ ഇലക്ട്രിസിറ്റി പവർ മുഴുവനായിട്ടും ഓഫ് ആകുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കപ്പലിനുള്ളിൽ ഇരുട്ടി വ്യാപിച്ചു. കപ്പലിൻ്റെ സ്പീഡ് 16 km/h. പലവിധ അലാംസ് മുഴങ്ങുന്നു. കപ്പലിലെ പൈലറ്റുമാരും മറ്റ് ജോലിക്കാരും എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഷിപ്പിൻ്റെ എല്ലാ കൺട്രോളും നഷ്ടമാകുന്നു. എഞ്ചിൻ ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്ററാണ് കപ്പലിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി മുഴുവനായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ ജനറേറ്ററിൻ്റെ തകരാറായിരിക്കാം, അതല്ലെങ്കിൽ അതിലേക്കുള്ള പവർ യൂണിറ്റിൻ്റെ വയറിങ്ങുകളുടെ തകരാറാണ്. ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോഴേക്കും സമയം 1:26. പെട്ടെന്ന് തന്നെ എമർജൻസി ജനറേറ്റർ ഓൺ ആവുന്നു. ഒരു സെക്കൻഡറി എമർജൻസി ജനറേറ്റർ എപ്പോഴും എല്ലാ ഷിപ്പുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഇത് ഓൺ ആവുന്നതാണ്. പക്ഷേ ഇതിനുള്ള ഒരു പോരായ്മ എന്നത് വോൾട്ടേജ് കുറവാണെന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള വർക്കൊന്നും തന്നെ നടത്താൻ ഇതുകൊണ്ട് സാധിക്കുകയില്ല. പ്രധാനമായും ലൈറ്റ് മുതലായ കാര്യങ്ങൾ മാത്രം നടക്കും. ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ഒന്നും നടക്കുകയില്ല. ഇവിടെ പ്രധാനമായും ആവശ്യമെന്നത് വളരെ സ്പീഡിൽ ഷിപ്പ് നിർത്തുക, അതിനോടൊപ്പം തന്നെ ഷിപ്പിനെ പൂർണ്ണമായിട്ടും തിരിക്കുക എന്നതാണ്. അപ്പോഴേക്കും സമയം 1:26. ഷിപ്പിലെ പൈലറ്റ് റേഡിയോ കോളറിലൂടെ അടുത്തുള്ള ടഗുകളിലൂടെ സഹായം തേടുന്നു. ഈ അവസരത്തിൽ ഷിപ്പിനെ നിർത്താൻ ടെഗുകളല്ലാതെ ആർക്കും സാധിക്കുകയില്ല. ഈ ഒരു കോൾ തന്നെയാണ് വലിയൊരു മരണസംഖ്യയിൽ നിന്നും 6ലേക്ക് കുറയ്ക്കാനായിട്ട് സഹായിച്ചത്. സമയം 1:27. പൈലറ്റ് ഷിപ്പിന്റെ പോർട്ട് ആങ്കറുകൾ കടലിലേക്ക് ഇടാൻ ഓർഡർ കൊടുക്കുന്നു. കാറിലേക്ക് പോലെ തന്നെ ഹാൻഡ് ബ്രേക്കിങ്ങിന് തുല്യമാണ് ഈ ആങ്കറുകൾ എന്നത്. എമർജൻസി ബ്രേക്കിങ്ങിനായിട്ട് കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതെന്നത് കപ്പലിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ അത് വളരെ പതിയെ മാത്രമേ കപ്പലിനുള്ളിൽ സാധ്യമാവുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടില്ല. 1:27 സമയം വീണ്ടും ഷിപ്പിലെ പവർ മുഴുവനായിട്ടും ഓഫാകുന്നു. ഇത് ചിലപ്പോൾ എമർജൻസി ജനറേറ്ററിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പവർ യൂണിറ്റിൻ്റെയോ തകരാറോ ആയിരിക്കാം എന്നതാണ് ഒരു സൂചന. ഇതിൻ്റെ പിന്നാലെ തന്നെ കപ്പൽ സ്പീഡ് കുറയുകയും പാലത്തിൻ്റെ തൂണിനെ ലക്ഷ്യമാക്കി കൂടുതൽ തിരിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആങ്കറുകളുടെ സഹായത്താലാണ് ഇങ്ങനെ സാധ്യമായത്. ഈ ഒരു സമയത്ത് തന്നെ പൈലറ്റ് റേഡിയോ കോളർ വഴി പോർട്ടിലേക്ക് ബന്ധപ്പെടുത്തും. പക്ഷേ ഇത് ടക്ക് പോർട്ടുകളിൽ നിന്ന് മുമ്പേ അറിഞ്ഞ പാലത്തിൽ റിപ്പയർ വർക്ക് നടത്തുന്ന മേരിലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതേ സമയം ഈ അതോറിറ്റി പാലങ്ങളുടെ 2 സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ ഈ പാലത്തിൽ ലൈറ്റ് മിനിച്ച് കിടക്കുന്നത് ഈ റോഡ് റിപ്പയർ ചെയ്യുന്ന അതോറിറ്റിയുടെ വാഹനങ്ങളിലാണ്. ഇതിനുള്ളിൽ ഇതൊന്നും അറിയാതെ ഇതിനെ ജീവനക്കാർ വിശ്രമത്തിലായിരുന്നു. സമയം 1:29:10. പാലത്തിൽ ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് കപ്പൽ പെട്ടെന്ന് ഇടത്തേക്ക് തിരിഞ്ഞു തുടങ്ങുന്നു. 1:29:15. പാലത്തിൻ്റെ കോൺക്രീറ്റ് തൂണിൽ ഷിപ്പിൻ്റെ മുൻഭാഗം ഇടിക്കുന്നു. 3-4 സെക്കൻഡ് തൂണിനെയും വലിച്ച് കപ്പൽ നീങ്ങുന്നു.
ഒടുവിൽ പാലം വീഴുന്നു. പാലം വീഴുന്നതോടൊപ്പം തന്നെ പാലത്തിൽ കിടന്ന വാഹനങ്ങളും അതിലെ ഒന്നും അറിയാത്ത ജീവനക്കാരും ഒന്നടങ്കം താഴേക്ക് വീഴുന്നു. ശരിക്കും ഇതിലെ മരണസംഖ്യയായിട്ടുള്ള 6 എന്ന് പറയുന്നത് ആ ഒരു പാലത്തിൽ കിടന്നിരുന്ന ആ ഒരു വാഹനങ്ങളിലെ ജീവനക്കാർ മാത്രമാണ്. ഈ വലിയൊരു മരണസംഖ്യയിൽ നിന്ന് 6ലേക്ക് ഒതുങ്ങിയിരുന്നത് ഷിപ്പിൽ നിന്നും ടഗ് ബോട്ടിലേക്ക് വിവരങ്ങൾ പെട്ടെന്ന് തന്നെ മാറിയത് കൊണ്ട് പാലത്തിൻ്റെ 2 സൈഡിൽ നിന്നും റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ദിനംപ്രതി 30,000-ലധികം വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്ന പാലത്തിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ താഴേക്ക് പോയേനെ. എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.